ലോഗോസ് ട്രിവിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 1. ഗലീലിയക്കാരനായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആര്? ഉത്തരം പീലാത്തോസ്. 2. ഗലീലിയക്കാരിൽ ചിലരുടെ ബലികളിൽ പീലാത്തോസ് അവരുടെ രക്തം കൂടി കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചത് ആര്? ഉത്തരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ. 3. ലൂക്ക 13:3 പ്രകാരം എന്തു ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ. 4. എത്ര പേരാണ് സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത്? ഉത്തരം 18. 5. സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ ആരേക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാണ് യേശു ചോദിച്ചത്. ഉത്തരം അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ. 6. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഏതുപോലെ നശിക്കും എന്നാണ് ലൂക്ക 13:5 പറയുന്നത്. ഉത്തരം സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേരെ പോലെ. 7. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ എന്ത് നട്ടുപിടിപ്പിച്ചു? ഉത്തരം ഒരു അത്തിവൃക്ഷം. 8. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. ആര്? ഉത്തരം അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ. 9. എത്ര വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലമന്വേഷിച്ചു വരുന്നു എന്നാണ് യജമാനൻ പറയുന്നത്? ഉത്തരം 3 വർഷം. 10. അത്തിവൃക്ഷത്തിൽ ഫലമൊന്നും കാണാതെ വന്ന യജമാനൻ കൃഷിക്കാരനോട് പറഞ്ഞതെന്ത്? ഉത്തരം അത് വെട്ടിക്കളയുക, എന്തിന് നിലം പാഴാക്കണം. 11. ഈ വർഷം കൂടി അത് നിൽക്കട്ടെ, ആര് ആരോട് പറഞ്ഞു? ഉത്തരം കൃഷിക്കാരൻ യജമാനനോട്. 12. താൻ എന്തു ചെയ്യാമെന്നാണ് കൃഷിക്കാരൻ യജമാനനോട് പറഞ്ഞത്? ഉത്തരം ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം. 13. മേലിൽ അത് ഫലം നൽകിയേക്കാം, ഇല്ലെങ്കിൽ നീ എന്തു ചെയ്യുക എന്നാണ് കൃഷിക്കാരൻ പറഞ്ഞത്? ഉത്തരം അത് വെട്ടി കളഞ്ഞുകൊള്ളുക. 14. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായ സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു? ഉത്തരം നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയി. 15. സിനഗോഗിൽ വച്ച് കൂനിപ്പോയ സ്ത്രീയെ കണ്ടപ്പോൾ യേശു ആദ്യം ചെയ്തതെന്ത്? ഉത്തരം അവളെ അടുത്തു വിളിച്ചു. 16. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ ആരാണ് കോപിച്ചത്? ഉത്തരം സിനഗോഗ് അധികാരി. 17. കൂനിപ്പോയ സ്ത്രീയെ കണ്ട് അടുത്ത് വിളിച്ച് യേശു പറഞ്ഞത് എന്ത്? ഉത്തരം സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. 18. യേശു കൂനുള്ള സ്ത്രീയുടെ മേൽ കൈകൾ വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. 19. ജോലി ചെയ്യാൻ പാടില്ലാത്ത ദിവസം ഏത്? ഉത്തരം സാബത്ത് ദിവസം. 20. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങൾ ഉണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം സിനഗോഗ് അധികാരി. 21. എന്ന് വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക എന്നാണ് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞത്? ഉത്തരം ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളിൽ. 22. സിനഗോഗിൽ ഉണ്ടായിരുന്നവരെ കർത്താവ് എങ്ങനെയാണ് വിളിച്ചത്? ഉത്തരം കപടനാട്യക്കാരെ. 23. സാബത്തിൽ ഏതൊക്കെ മൃഗങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്നാണ് 13:15 യേശു ചോദിച്ചത്? ഉത്തരം കാളയെയോ കഴുതയെയോ. 24. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളെ ആരുടെ മകൾ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം അബ്രാഹത്തിൻ്റെ മകൾ. 25. ആര് ബന്ധിച്ചിട്ടിരുന്ന
അബ്രാഹത്തിൻ്റെ മകളെ അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്നാണ് കർത്താവ് പറഞ്ഞത്? ഉത്തരം: സാത്താൻ. 26. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ ഈ മകളെ സാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ എന്ന യേശുവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ ലജ്ജിതരായത് ആര്? ഉത്തരം: യേശുവിൻ്റെ പ്രതിയോഗികളെല്ലാം. 27. പൂരിപ്പിക്കുക. ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് ഡാഷ്. ഉത്തരം: സന്തോഷിച്ചു. 28. ആരാണ് യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചത്? ഉത്തരം: ജനക്കൂട്ടം മുഴുവൻ. 29. ലൂക്ക 13:17 അനുസരിച്ച് എന്തിനെക്കുറിച്ചാണ് ജനക്കൂട്ടം മുഴുവൻ സന്തോഷിച്ചത്? ഉത്തരം: യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച്. 30. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയതിനു ശേഷം യേശു പറഞ്ഞ ഉപമ. ഉത്തരം: കടുകുമണിയും പുളിമാവും. 31. ലൂക്ക 13:18 പ്രകാരം ദൈവരാജ്യം എന്തിന് സദൃശമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഒരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക്. 32. ദൈവരാജ്യത്തെ എന്തിനോട് ഞാൻ ഉപമിക്കും എന്നാണ് 13:18 പറയുന്നത്? ഉത്തരം: കടുകുമണിയോട്. 33. വളർന്ന് മരമായ കടുകുമണിയുടെ ശാഖകളിൽ ചേക്കേറിയത് ആര്? ഉത്തരം: ആകാശത്തിലെ പക്ഷികൾ. 34. ലൂക്ക 13:21 ദൈവരാജ്യത്തെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം: ഒരു സ്ത്രീ 3 അളവു മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്തുവെച്ച പുളിപ്പിനോട്. 35. ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ യേശു എവിടെയെല്ലാം പഠിപ്പിച്ചു? ഉത്തരം: ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും. 36. ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുവൻ യേശുവിനോട് ചോദിച്ചത് എന്ത്? ഉത്തരം: കർത്താവേ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ? 37. കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ മറുപടി എന്തായിരിക്കും? ഉത്തരം: നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. 38. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? ഉത്തരം: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. 39. അനേകം പേർ എന്തിന് പരിശ്രമിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ. 40. വീട്ടുടമസ്ഥൻ വാതിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുമെന്നാണ് 13:25 പറയുന്നത്? ഉത്തരം: കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ്. 41. എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്ന് ആരോടാണ് യേശു പറഞ്ഞത്? ഉത്തരം: അനീതി പ്രവർത്തിക്കുന്നവരോട്. 42. ആരെല്ലാമാണ് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായി കാണപ്പെടുന്നത്? ഉത്തരം: അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, സകല പ്രവാചകന്മാർ. 43. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും ജനങ്ങൾ വന്ന് വിരുന്നിനിരിക്കുന്നത് എവിടെ? ഉത്തരം: ദൈവരാജ്യത്തിൽ. 44. ഇവിടെ നിന്ന് പോവുക, ഹേറോദേസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. ആരാണ് യേശുവിനോട് ഇത് പറഞ്ഞത്? ഉത്തരം: ചില ഫരിസേയർ. 45. നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ. ഇവിടെ കുറുക്കൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉത്തരം: ഹേറോദേസിനെ. 46. ഇന്നും നാളെയും താൻ എന്തൊക്കെ ചെയ്യുമെന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം: പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും. 47. അപ്പോൾ മുൻപന്മാർ ആകുന്ന പിൻപന്മാരും പിൻപന്മാർ ആകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും. വചനഭാഗമേത്? ലൂക്ക 13:30. 48. എത്രാമത്തെ ദിവസമാണ് യേശു തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയത്?
ഉത്തരം 3-ാം ദിവസം. 49. എന്നൊക്കെ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ഇന്നും നാളെയും മറ്റന്നാളും. 50. എവിടെ വെച്ച് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല എന്നാണ് യേശു പറയുന്നത്? ഉത്തരം ജെറുസലേമിന് പുറത്തു വച്ച്. 51. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ എന്ന് പറയുന്നത് ആരെ? ഉത്തരം ജെറുസലേമിനെ. 52. തൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ ജെറുസലേം എന്തു ചെയ്യുന്നു? ഉത്തരം കല്ലെറിയുന്നു. 53. എങ്ങനെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നാണ് യേശു പറയുന്നത്? ഉത്തരം പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർത്ത് നിർത്തുന്നതുപോലെ. 54. ലൂക്ക 13:35 പ്രകാരം ആരാണ് അനുഗ്രഹീതൻ? ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ. 55. ഏതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ.